ദേവേന്ദ്രൻ തൻ്റെ തെറ്റ് സമ്മതിച്ചു. സഹസ്രമകനായി ഭവിക്കട്ടെയെന്ന് മുനി ശപിച്ചു. അഹല്യയെ ശിലാരൂപം കൈക്കൊണ്ടു രാമപാദാംബുജം ഭജിച്ച് ഇവിടെ വസിക്കാനും പിന്നെ രാമദേവൻ എഴുന്നള്ളുമ്പോൾ പാദസ്പർശമേറ്റ് എല്ലാ ദുരിതവും തീരുമെന്നും ശ്രീരാമനെ വലം വെച്ച് കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷം വന്ന് ശുദ്ധമായി ഭവിക്കും മനസ്സ്. അഹല്യാദേവിയുടെ സമീപത്തേക്ക് ശ്രീരാമനെ വിശ്വാമിത്രൻ നയിക്കുന്നു. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വലോകാധിപനായ കാമകിങ്കരനഹം വെല്ലായ്മയെല്ലാമാകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തു കൊള്ളണമേ. സഹസ്രാഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശാപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരി ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം. കാമകിങ്കരേ ശീലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം. നിഹരാതപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം. നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വര കാനന ദേശേ മദീയാശ്രമേ മനോഹരി. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. ശ്രീരാമ പാദാംബോജ സ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങൾ എല്ലാമെന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. പൂതമാനസായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൊക്കാൻ. അന്നു തൊട്ടിവിടെ വാണിടിനാൾ അഹല്യയും. നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണി. ആരാലും കണ്ടു കൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും
ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷം അശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിടണം. ഇന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ